മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു യൂണിഫോം പാസ്സാക്കിയിട്ടുണ്ട്. അഥവാ ശിരോവസ്ത്രം, തലയിൽ മുണ്ടിട. തല എന്നത് സ്വതന്ത്ര സ്ത്രീകൾക്ക് ഔറത്താണ്. അടിമ സ്ത്രീകൾക്ക് തല ഔറത്തല്ല, നഗ്നതയല്ല. അടിമ സ്ത്രീകൾ യഥേഷ്ടം പുറത്തിറങ്ങുന്നവരാണ്, പണിയെടുക്കുന്നവരാണ്. അവരും തലയിൽ മുണ്ടിട്ട് നടക്കാൻ തുടങ്ങിയപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കർശനമായി വിലക്കി. അടിമ പെണ്ണുങ്ങൾ തല മറക്കാൻ പാടില്ല, അടിമ പെണ്ണുങ്ങൾ ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല. അതിനുവേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞു, പിന്നെ അടിക്കുക പോലും ചെയ്തു. ലാ തശബ്ബഹ്ന ബിൽ ഹറായിർ, നിങ്ങൾ സ്വതന്ത്ര സ്ത്രീകളെ പോലെ ആവാൻ നിൽക്കരുത്, നിങ്ങൾ അടിമ സ്ത്രീകളാണ്. അപ്പോ നിങ്ങൾ ഒരു ആശയക്കുഴപ്പം ഇവിടെ ഉണ്ടാക്കരുത്, ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്ത് ഉമർ തങ്ങൾ യൂണിഫോം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ യൂണിഫോം ഒരു സംവിധാനത്തിന്റെ ഭരണാധികാരികൾക്ക്, സ്ഥാപനത്തിന്റെ ഭരണാധികാരികൾക്ക് യൂണിഫോം ഒക്കെ പാസ്സാക്കാം. പക്ഷെ യൂണിഫോം നിലനിർത്തിക്കൊണ്ട് അതേ കളറുകളില്ലതോ അങ്ങനെ വേണമെങ്കിൽ വെക്കാം. അതേ കളറിലുള്ള ഒരു തട്ടമിടുന്നത് കൊണ്ട്, തലയിൽ ഒരു മുണ്ടിടുന്നത് കൊണ്ട് അതെങ്ങനെ യൂണിഫോമിന് എതിരാകുക? അത് അവരുടെ മതത്തിന്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാകും. ഒക്കെ കാലില് സോക്സ് ഇട്ട് വന്ന് യൂണിഫോമിന്റെ അതൊക്കെ ഇട്ട് അതിന്റെ പുറമെ കാലില് സോക്സ് ഇട്ട്, കാലില് സോക്സ് ഇടാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? യൂണിഫോമും സിയാദത്താണ്. അതിനപ്പുറം ഒരല്പം വസ്ത്രം ധരിച്ചു, അത് കാലിൽ ചിലപ്പം സോക്സ് ഇടും. ചില പ്രത്യേക സാഹചര്യത്തിൽ കയ്യിൽ ഗ്ലൗസ് ഇടേണ്ടി വരും. കൊറോണ സമയത്ത് നമ്മളൊക്കെ മാസ്ക് ഇട്ടിരുന്നു. ഇപ്പോ ഇവിടെ ഈ രാജ്യത്ത് തന്നെ മുസ്ലിങ്ങളല്ലാത്ത ഉത്തരേന്ത്യയിലെ ചില സ്ത്രീകളും